ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണ ഈസ്റ്റ് ബംഗാൾ രണ്ടും കൽപ്പിച്ചാണ് വരുന്നത്. കഴിഞ്ഞ സമ്മറിൽ തന്നെ ഒരുപാട് പണം ഇറക്കിക്കൊണ്ട് ഒരുപാട് സൂപ്പർ താരങ്ങളെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരുന്നു. പക്ഷേ അത് ഫലം കാണാതെ പോവുകയായിരുന്നു. ഈ കഴിഞ്ഞ സീസണിലുടനീളം ഈസ്റ്റ് ബംഗാൾ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഇത്തവണയും കൂടുതൽ മികച്ച താരങ്ങളെ എത്തിച്ചുകൊണ്ട് ടീമിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈസ്റ്റ് ബംഗാൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. രണ്ട് ട്രാൻസ്ഫർ റൂമറുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിലൊന്ന് രാഹുൽ ബാക്കെയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, ബംഗളൂരു FC വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന ഇന്ത്യൻ സൂപ്പർ താരമാണ് രാഹുൽ ബാക്കെ. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാളിന് താല്പര്യമുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. അതായത് 3 വർഷത്തെ കോൺട്രാക്റ്റിന് 7 കോടി രൂപയാണ് സാലറി ആയിക്കൊണ്ട് ഇപ്പോൾ രാഹുൽ ബാക്കെ ആവശ്യപ്പെടുന്നത്. ഇത് വലിയ ഒരു തുകയാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈസ്റ്റ് ബംഗാൾ അതിന് സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ ഒരു സാലറിക്ക് പുറമെ ട്രാൻസ്ഫർ ഫീ കൂടി ഈസ്റ്റ് ബംഗാൾ മുടക്കേണ്ടി വരും. ചുരുക്കത്തിൽ രാഹുൽ ബാക്കയെ എത്തിക്കണമെങ്കിൽ വലിയ ഒരു തുക തന്നെ അവർക്ക് ചിലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനി മറ്റൊരു റൂമർ ഇപ്പോൾ 30-കാരനായ സെർബിയൻ സെന്റർ ബാക്ക് ഇവാൻ മിലാഡിനോവിച്ചുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ്. അതായത് മിലാഡിനോവിച്ചുമായി പ്രീ കോൺട്രാക്റ്റിൽ എത്താൻ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞു എന്ന് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കസാഖിസ്ഥാൻ ക്ലബ്ബായ ടൊബോളിന് വേണ്ടിയാണ് ഈ ഒരു 30-കാരനായ സെന്റർ ബാക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കരുത്തനാണ്, വളരെയധികം എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുന്നതിന് മുന്നേ തന്നെ കൂടുതൽ മികച്ച താരങ്ങളുമായി കോൺട്രാക്റ്റിൽ എത്താൻ ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന് സാധിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.